ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ചേർക്കാതെയുള്ള മയണീസാണ്. അപ്പോൾ മുട്ട ചേർക്കാതെ എങ്ങനെ മയണീസ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ പാലാണ് എടുത്തിട്ടുള്ളത്, ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. മുട്ടയ്ക്ക് പകരം പാലാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ പാൽ കൊണ്ട് എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി ആദ്യം 8 അല്ലി വെളുത്തുള്ളി ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസ് ജാറാണ്, ചെറിയ ജാറല്ല. ഇനി നമുക്ക് അര ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ആ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് നാരങ്ങ നീരും മതിയാവും. ഇനി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സൺഫ്ലവർ ഓയിൽ ഘട്ടം ഘട്ടമായി ഒഴിച്ചു കൊടുക്കാം, സാധാരണ മയോണൈസ് തയ്യാറാക്കും പോലെ തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ മുഴുവനായി ഒഴിക്കരുത്, ഫ്ലോപ്പായി പോകും. ഇപ്പോൾ ഞാൻ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വട്ടം കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ പാൽ കൊണ്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. മുട്ടയില്ലാത്തവരൊക്കെ പാലിൽ പരീക്ഷിച്ച് നോക്കുക. കിടിലൻ റെസിപ്പിയാണ്, അതേ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.